ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നട്സ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്നൊരു ക്രിസ്മസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് റീത്താണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു വള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നൂലും എടുത്തിട്ടുണ്ട്. ചണനാര എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ത്രെഡ് കിടപ്പുണ്ടായിരുന്നു, അതാണ് എടുത്തത്. അതിങ്ങനെ നമ്മൾ വാഴയിൽ ഇങ്ങനെ ചുറ്റിച്ച് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കണം. ക്രിസ്മസിനൊക്കെ ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിടുന്നത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. പൈസയും ചിലവില്ല, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ തുണിയാണ്. അതിനോട്ട് നമ്മൾ കുറച്ച് ഇത് പഞ്ഞിയല്ല, പിള്ളേരെ ഇവിടെ കളിക്കുന്ന പാവയുടെയൊക്കെ അകത്തുള്ള പഞ്ഞിയാണിത്. അത് ഇവിടെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു, പറത്തി കളിയായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കടലാസോ തെർമോക്കോളിൻ്റെ ബോൾസോ ഒക്കെ ഇട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് തുണിയിൽ വെച്ച് ഉരുട്ടിയെടുത്ത് ഇതുപോലെ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി നൂല് വെച്ച് കെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ഞാൻ വേറെയും കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ മാത്രമല്ല, റെഡ് കളർ തുണിയിലും ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പല ഷേപ്പിലുള്ളതാണ്, പല അളവിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഈ വളയിലോട്ട്, റെഡിയാക്കി വെച്ചിരിക്കുന്ന വളയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇടകലർത്തി ഇഷ്ടമുള്ള രീതിക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു രീതിക്ക് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഫ്ലവറിൻ്റെ കൂട്ടത്തിലുള്ള ഇലയാണ് മുറിച്ചെടുത്തിരിക്കാനാണ്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇലയൊന്നും ഇല്ല എങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഒരു ഗ്രീൻ കളറിലെ പേപ്പർ ഇലയുടെ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് ഞാനൊരു ബോ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ബോയുടെ ഷേപ്പിലാക്കി മുറിച്ചിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ത്രെഡിലേലും കുഴപ്പമില്ല, നമുക്ക് ഗോൾഡൻ കളറിലെ തുണിയോ അല്ലെങ്കിൽ റെഡ് കളറിലെ തുണിയോ ഇതുപോലെ ബോർഡ് ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റീത്താണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.